സ്നേഹമുള്ളവരെ, സൺഡേ ഷാലോമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഏതാനും നാളുകൾക്ക് മുമ്പ് എൻ്റെ ഇടവകയിൽ ഇരിങ്ങാലക്കുട രൂപതയിലെ മൂന്നുമുറി പള്ളിയിൽ വെച്ച് ഒരു മാമോദീസ ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് പോവുകയുണ്ടായി. എൻ്റെ അയൽവാസിയായ ഡിൻഷയുടെ കൊച്ചിൻ്റെ മാമോദീസയ്ക്കാണ് ഞാൻ പോയത്. മാമോദീസയ്ക്ക് സ്വാഭാവികമായിട്ടും തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ബന്ധുക്കാരും എല്ലാവരും വരുമല്ലോ. പക്ഷെ അന്ന് മാമോദീസയ്ക്ക് തലതൊട്ടപ്പൻ വന്നത് വീൽ ചെയറിലാണ്. ഡിൻഷയുടെ ഭർത്താവിൻ്റെ പിതാവ്, അനൂപിൻ്റെ പിതാവ്. ഇത് വീൽ ചെയറിൽ കൊണ്ടുവരാനുള്ള അദ്ദേഹത്തെ വന്ന് അങ്ങനെ വീൽ ചെയറിൽ ഇരിക്കുന്നത് കാണുമ്പോൾ ഞാനും വല്ലാതെ അങ്ങനെ ആകാംക്ഷയോടെയാണ് അത് നോക്കി കണ്ടത്. അദ്ദേഹത്തെ അവർ പ്രധാന കവാടത്തിൻ്റെ, നമ്മുടെ ആനവാതിൽ എന്നൊക്കെ പറയുന്നത് പോലെ പ്രധാന കവാടത്തിൻ്റെ അരികിൽ കൊണ്ടുവന്ന് പിടിച്ച് വീൽ ചെയറിലിരുത്തി. തുടർന്ന് പള്ളിയിലേക്ക് പ്രദക്ഷിണമായി കടന്നു വന്നപ്പോൾ അദ്ദേഹത്തെ വീൽ ചെയറിൽ ഉന്തിക്കൊണ്ട് അൽത്താരുടെ അടുത്തേക്കും മാമോദീസ തൊട്ടിയുടെ അടുത്തേക്കും കൊണ്ടുവന്നു. തലതൊട്ടപ്പൻ കൊച്ചിൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഇദ്ദേഹം വളരെ സ്നേഹത്തോടെ കൊച്ചിൻ്റെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് വലിയ സന്തോഷം തോന്നിയൊരു നിമിഷമാണത്. ഡയാലിസിസിന് വിധേയനാക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഡിൻഷയുടെ ഭർത്താവിൻ്റെ അമ്മായിപ്പൻ എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, കൊച്ചിൻ്റെ മാമോദീസയല്ലേ, തല തൊടാൻ ആര് വന്നാലും ഇപ്പം എന്താ, ഞാൻ തന്നെ വേണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ അനൂപും ഡിൻഷയും പറഞ്ഞൊരു വാക്ക് പ്രകാരമാണ്, അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ കൊച്ചിൻ്റെ മാമോദീസയ്ക്ക് തലതൊട്ടപ്പനായിട്ട് അപ്പന് പകരം ഞങ്ങൾക്ക് മറ്റാരെ കാണാൻ കഴിയുക? അതുകൊണ്ട് അപ്പൻ എന്തായാലും വരണം. ഡയാലിസിസ് നടക്കുന്നൊരു വ്യക്തി ഈ ഡയാലിസിസിന് ശേഷമോ അല്ലെങ്കിൽ ഈ അന്നത്തെ മാമോദീസ കഴിഞ്ഞ് ഡയാലിസിസിന് പോകണം. മക്കളുടെ സ്നേഹ നിർബന്ധത്തിന് വഴങ്ങി അവർ ഈ അപ്പനെ വീൽ ചെയറിൽ കൊണ്ടുവരികയാണ്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അന്ന് മാമോദീസയ്ക്ക് ഇതുപോലെ തന്നെ ഡയാലിസിസിന് വിധേയനാക്കപ്പെടുന്ന ആൻ്റണി തെക്കിനേത്തച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇടവകയിൽ മുൻ വികാരിയച്ഛനാണ്. അപ്പോൾ അച്ഛനും നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അച്ഛനോട് ഞാൻ ചോദിച്ചു, അച്ഛാ, വയ്യാതിരിക്കുന്ന അവസരത്തിൽ അച്ഛൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ മാമോദീസയ്ക്ക് വന്നത്? അച്ഛൻ പറഞ്ഞ പ്രകാരമാണ്, ജൻസ, ചിലരുടെ നിർബന്ധങ്ങൾക്ക് മുമ്പിൽ നാം നമ്മെ തന്നെ അങ്ങോട്ട് വിട്ടുകൊടുക്കും. നമുക്ക് ആയുസ് എത്രയുണ്ടെന്ന് അറിയില്ലല്ലോ. അവർക്ക് നമ്മുടെ സാന്നിധ്യം മുഖേന ആനന്ദം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അനുഗ്രഹം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അതല്ല ഏറ്റവും നല്ലത്. സ്നേഹമുള്ളവരെ, പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 3-4 വചനങ്ങൾ സമയമുള്ളപ്പോൾ ഒന്ന് വായിച്ച് നോക്കുന്നത് നല്ലതാണ്. പറയുന്നത് പ്രകാരമാണ്, പിതാവിനെ ബഹുമാനിക്കുന്നവൻ അവൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നു, അമ്മയെ ആദരിക്കുന്നവനോ നിക്ഷേപം കൂട്ടിവെക്കുന്നു. ഇവിടെ ഈ കുടുംബം ചെയ്ത സത്യത്തിൽ അതല്ലേ? ഒരുപാട് കാരണങ്ങൾ പറഞ്ഞ് ഈ കാലഘട്ടങ്ങളിൽ മുതിർന്നവരെയും വയോവൃദ്ധരെയും പ്രായമായവരുമൊക്കെ പല ചടങ്ങുകളിൽ നിന്നും പല കൂട്ടായ്മകളിൽ നിന്നുമൊക്കെ നമ്മൾ അകറ്റി നിർത്തുന്നുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു കാരണമെങ്കിലും കണ്ടെത്തി അവരെ ചേർത്ത് നിർത്താനായിട്ട് പറ്റുമോ? അതൊരു വെല്ലുവിളിയായി സ്വീകരിച്ച് നമുക്ക് ഈ ജീവിതയാത്ര മുൻപോട്ട് പോകാം. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മുതിർന്നവരുടെയും പ്രായത്തിൽ നമ്മേക്കാൾ മൂത്തവരുടെയും ഒക്കെ അനുഗ്രഹം വേണ്ടേ? നമ്മൾ തന്നെയല്ലേ പറയാറ്, നമ്മുടെ മാതാപിതാക്കന്മാരും മുതിർന്നവരുമൊക്കെ കാണപ്പെടുന്ന ദൈവങ്ങളാണെന്ന്. കാണപ്പെടുന്ന ദൈവങ്ങളെ അകറ്റി നിർത്തിയിട്ട് നമുക്ക് എന്തനുഗ്രഹമാണ് ലഭിക്കുക? ഈ യാത്ര തുടരുമ്പോൾ കാണപ്പെടുന്ന ദൈവങ്ങളെ ചേർത്ത് നിർത്താനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശുഭയാത്ര നേരുന്നു. നന്മ വരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.